ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വടക്കാഞ്ചേരി നഗരസഭയിൽ പരാജയ ഭീതി പൂണ്ട LDF അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുകയാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്. ഡിവിഷൻ 24 മംഗളം സൗത്തിൽ UDF പോസ്റ്ററുകൾ വ്യാപകമായി കീറുകയും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകൾ അതിനു മുകളിൽ ഒട്ടിക്കുകയും ചെയ്തതിലാണ് പ്രതിഷേധം. പരാജയഭീതി കൊണ്ട് പരാജയം ഉറപ്പായ CPM ആ പരാജയഭീതി കൊണ്ട് വടക്കാഞ്ചേരിയിലെ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. വടക്കാഞ്ചേരി മംഗലം 24 ഡിവിഷനിലെ UDFിൻ്റെ പോസ്റ്ററുകൾ വ്യാപകമായി കീറുകയും ആ പോസ്റ്ററിന് മുകളിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിക്കണമെന്ന് പോസ്റ്റർ ഒട്ടിച്ച് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. കരുവന്നൂർ തട്ടിപ്പ് കേസിൽ കൊള്ളക്കാർക്ക് വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് UDF ഒട്ടിച്ച പോസ്റ്ററാണ് ഇത്തരത്തിൽ കീറിയിട്ട് അതിന് മുകളിൽ CPMൻ്റെ പോസ്റ്റർ ഒട്ടിച്ചത്. ഇത് ഈ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഇവർ തട്ടിപ്പ് കേസിലെ പ്രതികളാണെന്നും കൊള്ളക്കാരാണെന്നും അത് മറയ്ക്കാനുള്ള ഒരു വ്യഗ്രതയാണ് ഇവർ ചെയ്ത പ്രവൃത്തി എന്നാണ് നമുക്കൊക്കെ മനസ്സിലാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് വിളിച്ചു ചേർത്ത മീറ്റിംഗുണ്ടായിരുന്നു. ആ യോഗത്തിൽ ഇതുമായി സംസാരിച്ചു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന ഒരു ഉറപ്പ് പോലീസും LDFിൻ്റെ നേതാക്കന്മാരും നൽകിയിട്ടുണ്ട്. വടക്കാഞ്ചേരിയിൽ പരാജയഭീതി പൂണ്ട LDF അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുകയാണെന്ന് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്. ഡിവിഷൻ 24 മംഗളം സൗത്തിലെ പോസ്റ്റർ വിവാദത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ 24 മംഗളം സൗത്തിലെ UDFിന്റെ പോസ്റ്ററുകൾ വ്യാപകമായി കീറുകയും UDF പോസ്റ്ററുകൾക്ക് മുകളിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകൾ ഒട്ടിക്കുകയും ചെയ്തത് ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. തട്ടിപ്പ് കേസിലെ പ്രതികളാണെന്നും കൊള്ളക്കാരാണെന്നുമുള്ളത് മറയ്ക്കുവാനുള്ള വ്യഗ്രതയാണ് ഇവർ ചെയ്ത പ്രവൃത്തിയിലൂടെ വ്യക്തമാകുന്നതെന്നും PG ജയദീപ് കൂട്ടിച്ചേർത്തു. വടക്കാഞ്ചേരി നഗരസഭ ഇത്തവണ UDF പിടിച്ചെടുക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. തീർച്ചയായിട്ടും വടക്കാഞ്ചേരി നഗരസഭയിൽ ഇപ്രാവശ്യം UDF അധികാരത്തിൽ വരും. 42 സ്ഥാനാർത്ഥികളും മികച്ച സ്ഥാനാർത്ഥികളാണ്. പൊതുസമൂഹത്തിൽ പ്രവർത്തിച്ചു പരിചയമുള്ള വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരായ ആളുകളാണ് ഈ നഗരസഭയിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 100% വിജയിക്കാനുള്ള ആത്മവിശ്വാസത്തിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഐക്യജനാധിപത്യവും പ്രവർത്തകർ. ഓരോ വാർഡുകൾ തോറും പ്രവർത്തകർ വളരെ ആവേശത്തോടുകൂടി വിജയം ഉറപ്പാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. 42 ഡിവിഷനുണ്ട്. 42 ഡിവിഷനിലും ജയിക്കാവുന്ന സാഹചര്യത്തിലാണ് പോകുന്നത്. എന്നിരുന്നാലും 30-ൽ കൂടുതൽ സീറ്റുകൾ ജയിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. 46 വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിന്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ 8ാമത്തെ ഷോറൂമായ ഓട്ടുപാറ വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ 24 ഓപ്പൺ ചെയ്തതാണ്. ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും, കെട്ടുതറ സാധനങ്ങൾ, ആൾരൂപങ്ങള്, പൂജാ പുഷ്പങ്ങള്, പിന്നെ പാത്രങ്ങള്, ഇതിവിടെ എല്ലാം ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ലഭിക്കുന്നതാണ്.